ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൂര കേട്ടോ, വെള്ളച്ചൂരയാണ്. 1/2 കിലോത്തിൻ്റെ ക്ലീൻ ചെയ്ത് വെച്ചൊക്കെയാണ്. ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പില, കറിവേപ്പില. ഇത് ഞാൻ 3 കഷ്ണം കുടംപുളി, 4 കഷ്ണം കുടംപുളി. ഇനി ഇത്തിരി പുളി കൂടുതൽ വേണം. ചൂടുവെള്ളം ഒഴിച്ച് വെച്ചേക്കണേ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടെ വെള്ളത്തിലേക്ക് കുഴച്ച് വെച്ചേക്കണേ. പൊടി തനിച്ചിട്ടാൽ കറി വെള്ളം പോലെ ഇരിക്കും. ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇടാം. ഒരു 2-3 ഉലുവ. അത് ഒരുപാട് ഇടണ്ട, 2-3 ഉലുവ. കറിക്കൊരു ഫ്ലേവർ ഇട്ടാണ്. നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളകും, വേപ്പിലയും, സവാളയും കൂടി ഇടാം. ഒന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് അരപ്പിടാം. ഈ കറി ഞാൻ തേങ്ങ അരച്ച് വെക്കാറില്ല, പാല ഒഴിക്കുള്ളൂ. അപ്പം ആ മുളകിൻ്റെ എരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും. നമുക്ക് ഉപ്പിടാവേ, ആവശ്യത്തിന് ഉപ്പിടാം. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യണില്ല, സബ്സ്ക്രൈബ് ചെയ്യണില്ല, ഒന്നും ചെയ്യുന്നില്ല. വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും പ്ലീസ് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താലേ എനിക്ക് ഈ വീഡിയോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒത്തിരി പേര് കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ. സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ അറിയാലോ, സബ്സ്ക്രൈബ് ലൈക്കനൊക്കെ ഇതാക്കിയാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വരുമാനമൊക്കെ കിട്ടുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്യണത് അതിന് വേണ്ടിയാണല്ലോ. ഇത് ഒരു 3/4 ഭാഗം വേണ്ടല്ലോ, ഒരുപാട് അങ്ങോട്ട് മൊരിയണ്ട. ഒരു പാതി ഭാഗം വരും. അപ്പം മീൻ കറിക്കല്ലേ ഒരു മൊരിഞ്ഞ ടേസ്റ്റ് ആയിട്ട്. അപ്പം നമുക്ക് ഈ അരപ്പിടാവേ. അരപ്പിൻ്റെ അളവ് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, ചിലവർക്ക് അധികം എരിവൊന്നും വേണ്ട. പക്ഷെ ഇവിടെ ഈ കറിക്ക് ഈ മീനായതുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കണം. സ്പൈസിക്ക് ബാലൻസ് ചെയ്യാൻ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഒന്ന് നല്ലപോലെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയിടാം. പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതായിട്ടുണ്ടായിരിക്കും. നമുക്ക് കുടംപുളി ഞാൻ വെള്ളം ഒഴിക്കുന്നത്, കുടംപുളി ഇടല്ല. ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം. നേരെ ഈ അരപ്പ് പുളിവെള്ളത്തിലൊന്നും ഇടാവട്ടെ, പറ്റല്ല. അപ്പം അരപ്പിലൊക്കെ നല്ല പുളി പിടിക്കും. ഇതിപ്പോൾ ഈ മീനിനുള്ള അരപ്പാണ്, കറക്റ്റ് അരപ്പാണ് എടുത്തേക്കണം കേട്ടോ. കുറേ അരപ്പൊന്നുമില്ല, കറക്റ്റ് അരപ്പാണ് എടുത്തേക്കണം.
എടുത്തേക്കണത് 5 സ്പൂൺ മല്ലിപ്പൊടി, 5 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത്ര എടുത്തിട്ടാണ് ഞാൻ വെള്ളത്തിൽ കുഴച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പം കണ്ടില്ല, അപ്പം കറി നല്ല തിക്കായിരിക്കും. നമ്മൾ പൊടി ഇടുമ്പോൾ വെള്ളം പോലെ ഇരിക്കും കറി. അതെനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കറി വെള്ളം ഒഴിക്കാം ആവശ്യത്തിന്. പിന്നെ ഉപ്പിടാൻ നോക്കാം. പുളി കറക്റ്റാണ്, ഇച്ചിരി ഉപ്പിടണം. പുളി ഇച്ചിരി മുന്തി നിൽക്കണ്ട. അപ്പം ആ മീൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാറ്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. പുളി ഇച്ചിരി മുമ്പോട്ട് നിൽക്കുമ്പോൾ മീനിലൊക്കെ പിടിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. മീനിടാവേ. നല്ല തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പം ഈ അരപ്പൊക്കെ മീനിന് നല്ലപോലെ പിടിക്കും. ഇപ്പം തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അരപ്പൊന്നും പിടിക്കൂല. അല്ല കറിയുടെ തിക്കണ്ട. മുളക് പൊടി ഇടണമെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം പോലെ ഇരിക്കും കറി. മീനിൻ്റെ കരപ്പൊന്നും പിടിക്കില്ല. ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. ഇത് നല്ലൊരു തിളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനിവിടെ കറിവേപ്പില ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം ഫ്രിഡ്ജിൽ. അപ്പോൾ ഒന്നും ആവില്ല കേട്ടോ. നല്ലപോലെ കഴുകി തുടച്ച് ഒരു കോട്ടൺ തുണിയിൽ, പഴയ ഏതെങ്കിലും കോട്ടൺ തുണിയിൽ ഒതുങ്ങി ഇങ്ങനെ ചിപ്പിലാക്കി വെച്ചാൽ ഒരു മാസമൊക്കെ ഇരിക്കും കേട്ടോ. കുറച്ച് ഞാൻ അധികം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫ്രീസറിൽ വെക്കും. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എളുപ്പം ഇടാം. കഴുകി വൃത്തിയാക്കി നല്ലോണം ഒന്ന് വെള്ളമൊക്കെ പോയി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ തുണി ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ചതാണ്. കുറേ ഞാൻ അധികം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യും. കഴുകി വൃത്തിയാക്കി സിപ്ലോ കവറിലാക്കി വെച്ചാൽ കുറേ നാളിരിക്കും. അപ്പം നമുക്ക് നേരിട്ട് തന്നെ കറിയിലിടാം. പിന്നെ വാഷ് ചെയ്യണ്ടല്ലോ. നമ്മുടെ കറി തിളക്കാൻ കുടംപുളി ഞാനിങ്ങനെ നല്ലോണം കഴുകി വൃത്തിയാക്കി തിളപ്പിച്ചാക്കിയ വെള്ളം ഒഴിച്ച് വെച്ചേക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ. കാരണം ഓരോ പുളിയുടെയും ചില പുളിയൊക്കെ ഒരു വല്ലാത്ത കറിയിൽ കിടക്കുമ്പോൾ ഒരു മട്ട് ചുവയിരിക്കും. നമ്മുടെ കറി അങ്ങനെ തിളച്ച് തന്നെ ഉണ്ട്. തിളച്ചിറക്കാറ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേപ്പിലിടാം. ഇവനില്ലെങ്കിൽ കറിയുടെ എല്ലാതും പറ്റും. എപ്പോഴാണല്ലോ എല്ലാത്തിനും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അത് മറന്നു. നമ്മുടെ കറി നല്ലപോലെ തന്നെ ഇതേപോലെ തന്നെ വെക്കട്ടെ. എല്ലാവരും അരപ്പിച്ചിരി നേരം കുഴച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചാൽ നല്ലപോലെ അരപ്പും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കും കറി. നമ്മുടെ കറി നല്ലപോലെ തിളച്ചു.
ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കിത് നല്ല ക്യൂബായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിരിക്കും. പക്ഷെ ഇന്നലെ അവര് മുഴുവത്തോടെ തന്നുകൊണ്ട് പിന്നെ ധൃതി പിടിച്ചാണ് വലിയ പീസാണ്. എനിക്ക് ഇങ്ങനത്തെ പീസാണ് ഇഷ്ടം, ക്യൂബ് ഇഷ്ടമല്ല. കണ്ടോ? നല്ല ചൂട് ചോറ് പറക്കാം. നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പാൽ ഒഴിക്കാം കേട്ടോ. അതിൻ്റെ ഇത്തിരി പച്ചക്കറിവേപ്പില കൊടുത്താൽ സൂപ്പറായി. എല്ലാ മീനും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. തേങ്ങ അരച്ച് നേരിട്ട് ചേർക്കാൻ നല്ല തേങ്ങാപ്പാൽ. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണ്ട. പിന്നെ കറി നല്ലോണം ഇതായിരിക്കും അരപ്പൊക്കെ ഇതുപോലെ വെച്ചാൽ. പിന്നെ കപ്പയ്ക്കോ പുട്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നല്ല മുളക് ഞാനെല്ലാവരും ചെയ്യാനാണെങ്കിൽ മുളകിട്ട് മുളക് പൊടിയൊക്കെ നേരിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ഇതാക്കി ചെയ്യണം. പക്ഷെ ഞാൻ ഇങ്ങനെ ശരിക്കുള്ളൂ. നമുക്ക് തേങ്ങാപ്പാൽ ഇട്ട് ഒരുപാട് തേങ്ങാപ്പാലൊന്നുമില്ല കേട്ടോ. കുറച്ച് ഒരു അരമുറിട തേങ്ങാപ്പാൽ, അരമുറിട പകുതി തേങ്ങാപ്പാൽ. തേങ്ങാപ്പിരിയാണ് കേട്ടോ, ഒരു മുറി തേങ്ങ പിരിയൊന്നുമില്ല. ആ കറിയുടെ എരിവന്ന് മുളകിൻ്റെ ഒരു കുത്തല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ഒഴിച്ചത്. നമുക്കൊന്നുകൂടെ ഉപ്പിടാൻ നോക്കാം. ഇച്ചിരി പുളി കൊണ്ട് കേട്ടോ. മീൻ ഇച്ചിരി പുളി അപ്പോൾ മീൻ ഞങ്ങളോട് പിടിക്കും. ദശ കഷ്ണമല്ല, കിലോ കഷ്ണം. നല്ല മണ്ടാവായില്ലാതെ പുളി നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ ആവശ്യത്തിന് പുളി നോക്കി ഒഴിക്കാൻ നോക്കും. ഒന്നുകൂടെ തിളച്ചിട്ട് നമുക്ക് ഈ കറിവേപ്പില ഇടാം കേട്ടോ. ഞാൻ ചട്ടി പിടിക്കാൻ വേണ്ടി വിഷയത്തിൽ വേസ്റ്റ് തുണി ഉണ്ടാവുമല്ലോ നമ്മൾ തയ്ച്ച് തരുമ്പോൾ, അത് വെച്ച് തയ്ക്കണം. നമ്മൾ കൈക്ക് ചൂടടിക്കൂല. കൈ കൊണ്ട് നേരെ നല്ല സ്മെല്ലായിട്ട്. തേങ്ങക്കാർക്ക് ഭയങ്കര വില. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് രാവിലെ ഒരു മുറി തേങ്ങ ചെരിയിട്ട് കുട്ടിനോടുത്ത് വലിയ മുറിയായിരുന്നു, കടലക്കറി കൊടുത്തു. കടലക്കറി വറുത്തരച്ച് വെച്ചു. അതും എടുത്ത് ബാക്കി ഉണ്ടാകുന്ന മീൻ കറിക്ക് എടുത്തേക്കാം. ചൂര, വെള്ളച്ചൂര കേട്ടോ, ചുമപ്പ് ചൂരയല്ലേ. ചുമപ്പ് ചൂര ഇഷ്ടമല്ല, വെള്ളച്ചൂര വാങ്ങിച്ചേക്കണം. അപ്പൊ ചൂരക്കറി നമ്മൾ റെഡിയായി. എല്ലാവരും ചോറായിട്ട് കറി തരാം. നമുക്ക് തീരെ വയ്ക്കാം. ഇന്നത്തെ ചൂരക്കറി റെഡി. എല്ലാവരും ഓടിവാ ചോറ് തിന്നാം. അപ്പം ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.